നക്ഷത്രവീതിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മെയ് മാസം 15-ാം തീയതി മുതൽ ജൂൺ മാസം 14-ാം തീയതി കൂടി വരുന്ന ദിവസങ്ങളിൽ 30 ദിവസം, അതായത് ഇടവ മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി കൂടി വരുന്ന ദിവസങ്ങളിലെ അശ്വതി മുതൽ രേവതി വരെ വരുന്ന 27 നക്ഷത്രക്കാർക്ക് 12 കൂറുകളിലായിട്ട് ഗ്രഹസഞ്ചാരങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഇത് തന്നെയാണ് നമ്മുടെ മുഖ്യ വിഷയം. അപ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും ഈ മാസങ്ങളിൽ, അതായത് 2 ഇംഗ്ലീഷ് മാസങ്ങളാണ് ഉദ്ദേശിച്ചത്, അതാണ് മാസങ്ങളിൽ, ഒരു മലയാള മാസവും, അതായത് ഇടവ മാസങ്ങളിൽ നമ്മൾക്കെങ്ങനെ എന്ന് തന്നെയാണ് മുഖ്യമായ വിഷയം. അപ്പോൾ ഈ മാസങ്ങളിൽ ചില പ്രത്യേകതകളുണ്ട്. അതായത് വ്യാഴത്തിൻ്റെ ഒരു പകർച്ചയുണ്ട്, ഇത് മിഥുന രാശിയിലേക്കാണ്. അതുപോലെ തന്നെ രാഹു കേതുക്കളുടെ മാറ്റങ്ങളുണ്ട്. ഈ രാഹു കേതു, മേടൻ രാശിയിൽ നിന്ന് രാഹുവിൻ്റെ ഒരു യാത്ര, അതുപോലെ തന്നെ കേതുവിൻ്റെ ഒരു യാത്ര, ഇതൊക്കെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാരണങ്ങൾ ആണെങ്കിലും ഗ്രഹങ്ങളുടെ സഞ്ചാരങ്ങൾ കൊണ്ട് 27 നക്ഷത്രങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം മേടൻ രാശിക്കാരെ കുറിച്ച് തന്നെ പറയാം. മേടൻ രാശിക്കാർക്ക് ഈ ഗ്രഹമാറ്റം എന്ന് പറയുന്നത്, വ്യാഴത്തിൻ്റെ ഗ്രഹമാറ്റം 3-ലേക്കാണ് വരിക. അപ്പോൾ ഇതുവരെ 2-ലായിരുന്നു, അതായത് ഇടവൻ രാശിയിലായിരുന്നു. ഇവരുടെ ലഗ്നാധിപൻ, അതായത് മേടൻ രാശിയുടെ ലഗ്നത്തിൻ്റെ അധിപൻ, അതാണ് ലഗ്നാധിപൻ. ഇത് കർക്കിടകത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നീചരാശിയാണ്. അപ്പോൾ ഇങ്ങനെ നീചരാശിയിൽ ലഗ്നാധിപൻ സ്ഥിതി ചെയ്യുന്ന അവസരങ്ങളിലും ഒരു പരിധിവരെ ചൊവ്വയെ കൊണ്ട് സമാധാനങ്ങൾ കുറയും. എന്നാൽ വ്യാഴത്തിനെ കൊണ്ട് അത്രമാത്രം ദോഷങ്ങളില്ലതാനും. അതുപോലെ തന്നെ ഇവർക്ക് 12-ലായിരുന്നു രാഹു, അത് കുംഭൻ രാശിയിലേക്ക് പോയപ്പോൾ 11-ലായിട്ടുണ്ട്. എന്നാൽ കേതുവിൻ്റെ പ്രയാണം എന്നുള്ളത് കന്നിമാസത്തിലായിരുന്നു, അതിന് ഒരു മാറ്റം വന്നു. ഒക്കെ പിറകോട്ടാണുള്ള സഞ്ചാരം, അത് ചിങ്ങത്തിലേക്കായി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ശനിയും വ്യാഴവും തന്നെയാണ്. അതിൽ പ്രധാനമായിട്ട് വ്യാഴം തടസ്സങ്ങളില്ല, എന്നാൽ ലഗ്നാധിപനായി വന്ന ഗ്രഹത്തിൻ്റെ നീചഭാവത്തുള്ള സഞ്ചാരം കൊണ്ട് പൊതുവെ ഒരു സമാധാനം കുറയും. പല ജ്യോത്സ്യന്മാരും പലതരത്തിലാണ് പറയുക, എങ്കിലും എൻ്റെ അറിവ് വെച്ച് പറയുകയാണ്. അപ്പോൾ ഇതിൽ ചില തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ ക്ഷമിക്കണം. തെറ്റുകളില്ലാതെ പറയാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കണം. എന്നിരുന്നാലും എൻ്റെ വീക്ഷണത്തിൽ കാണുന്നത് മേടൻ രാശിയുടെ അധിപൻ അത് ചൊവ്വ തന്നെയാണ്. ഈ ചൊവ്വ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുമ്പോൾ അത് നീചഭാവത്തിൽ തന്നെയാണ്. അതിൻ്റേതായ തിക്തഫലങ്ങൾ അനുഭവിക്കണം എന്നുള്ളതാണ് രാശിഭാവത്തിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ വരികയെന്ന്, മനസ്സിനൊരു സ്വസ്ഥത ഇല്ലായ്മ വരാം, കുടുംബ അന്തരീക്ഷങ്ങളിൽ ചില സമാധാനങ്ങൾ കുറയാം. എന്നാൽ 3-ാം ഭാവത്തിൽ വരുന്ന വ്യാഴത്തിനെ കൊണ്ട് വലിയ ദോഷങ്ങളില്ല, എന്നാൽ വലിയൊരു ഗുണങ്ങളുമില്ല. എന്നാൽ 2-ലാവുമ്പോഴുള്ള നേട്ടങ്ങൾ ഇല്ല എന്ന് പറയും. എന്നാൽ കേതുവിനെ കൊണ്ട് രാഹുവിനെ കൊണ്ടും പറയുകയാണെങ്കിൽ വലിയ ദോഷമില്ല രാഹുവിനെ കൊണ്ട്. കേതുവിനെ കൊണ്ട് ചെറിയ സമാധാനക്കുറവുണ്ട്. അങ്ങനെ മാറി വരുന്ന ഒരവസരങ്ങളിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് സമ്മിശ്രമായിട്ടാണ് കാണേണ്ടത്, മേടരാശിക്കാരിൽ സമ്മിശ്രം. അപ്പോൾ ഇതിൽ ഏതൊക്കെ നക്ഷത്രഭാഗങ്ങൾ വരും എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക 1/4 ഭാഗം വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് സമ്മിശ്രമാണെങ്കിലും കുടുംബസമാധാനം കുറയുന്നതും, അതുപോലെ തന്നെ വരവിനേക്കാൾ ചിലവ് വരുന്ന അവസരങ്ങളും, അതുപോലെ തന്നെ ചെറിയ തർക്കങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പൂർണ്ണമായ ഒരു മനഃസ്വസ്ഥത കിട്ടാത്ത അവസരങ്ങളും, ചെയ്യുന്ന തൊഴിൽ അതുകൊണ്ട് വ്യക്തമായ ഒരു അനുഭവ ഗുണങ്ങളിൽ എത്തുമെങ്കിലും വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയാത്ത ചില അവസരങ്ങൾ വരും. എന്നാൽ സഹായഹസ്തങ്ങളായി നിൽക്കുന്നവരെ പക്ഷേ പിന്മാറാനുള്ള ഒരു പ്രവണത കാണിക്കാം, രഹസ്യമായിട്ടാണെങ്കിലും. അപ്പോൾ മൊത്തത്തിൽ ഇവർക്ക് കുറച്ച് ദോഷമല്ലേ. അപ്പോൾ ഇവരുടെ ലഗ്നാധിപനാവുന്ന ചൊവ്വയ്ക്കാണ് പ്രധാനമായൊരു വഴിപാട് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇത് തട്ടകത്തിൽ ഭഗവതിക്ക് ഭഗവത് സേവ വഴിപാട് കഴിക്കാം. പിന്നീട് ഇവർ ചെയ്യേണ്ടത്, ഇവരുടെ 2-ാം ഭാവാധിപനാവുന്ന ഗ്രഹം ശുക്രനാണ്. വാക്ക്, പ്രവൃത്തി, കർമ്മം, ഇതിലൊക്കെ ചെറിയ ചില വിശ്വാസവഞ്ചന കുറവുകളും അതുപോലെ തന്നെ ചെറിയ മനപ്രയാസങ്ങളും വരുത്തുന്ന അവസരങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതും പൂർണ്ണമായ ഒരു സമാധാനത്തിലല്ല. എന്നാൽ ലഗ്നാധിപനായി വന്ന ചൊവ്വയ്ക്കൊരു വഴിപാട് കഴിച്ച ശേഷം പിന്നീട് ഇവർക്ക് ചെയ്യേണ്ടത് തടസ്സങ്ങളും ശത്രുദോഷങ്ങളും ഇല്ലാതെ കണ്ട് മുന്നോട്ട് പോകാനും കാര്യങ്ങൾ പൂർണ്ണമായൊരു സമാധാനത്തിൽ പെടാനുമാണ് കാണേണ്ടത്.
മാത്രമല്ല ഇവർക്ക് ഇപ്പോൾ ശനിയുടെ സഞ്ചാരം മീനത്തിലാണ്. അപ്പോൾ ഈ മീനമാസത്തിൽ സഞ്ചരിക്കുന്ന ശനിയെ കൊണ്ടും ഒരു ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് ശനി ഒരു ശത്രുഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 7.5 ശനിയാണ് വരെ. ഒരു ഗ്രഹത്തിൻ്റെ പിന്നിലും മുന്നിലും ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ലഗ്നഭാവത്തിന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 7.5 ശനിയും ജന്മശനിയുമായിട്ടാണ് കാണുക. അപ്പോൾ ഇവരുടെ 7.5 ശനിയും ദോഷങ്ങളുണ്ട്. അപ്പോൾ ഈ 7.5 ശനിക്കായിട്ടുള്ള ദോഷത്തിന് ശനീശ്വര പ്രീതിക്കായിട്ടുള്ള ഒരു വഴിപാട് കൂടി ചെയ്യുക. തീർച്ചയായിട്ടും കഴിയും പോലെ ശാസ്താവെങ്കിൽ നീരാഞ്ജനം, അതുപോലെ തന്നെ ശാസ്താവിനെ അട നെയ്വിളക്ക് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു പരിധിവരെ ഇവർക്ക് വലിയ ദോഷങ്ങളില്ലാതെ ചെറിയ സമാധാനങ്ങളോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഇവർക്ക് പൂർണ്ണമായൊരു സന്തോഷത്തിലും അതുപോലെ തന്നെ തടസ്സദോഷങ്ങളില്ലാതെ പോകാനും ദേവി ക്ഷേത്രങ്ങളിൽ ഉടയ്ക്കുന്ന മുട്ടുകളുണ്ടല്ലോ, അതുപോലെ തന്നെ ദേഹശത്രു മുട്ടുകളും അതുപോലെ തന്നെ കാര്യസാധ്യ മുട്ടുകളും തീർക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഒരു പൂർണ്ണമായ സമാധാനത്തിലും സന്തോഷത്തിലും ഐശ്വര്യത്തിലും മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തായിട്ട് ഇടവൻ രാശിയാണ്. ഈ ഇടവം കൂറിൽ അല്ലെങ്കിൽ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രഭാഗങ്ങൾ കാർത്തികയുടെ മുക്കാഭാഗം, രോഹിണി മകീരത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് വലിയ ദോഷങ്ങളില്ല. ഇവർക്ക് ശനി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വലിയ ദോഷങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ തൊഴിൽ അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിലിൽ നിന്ന് ഒരു പ്രമോഷൻ അല്ലെങ്കിൽ ഒരു ഉയർച്ച ഇതൊക്കെ കാണണം. അതുപോലെ തന്നെ ഇതുവരെ താമസിച്ച ഭാഗങ്ങളിൽ നിന്നൊരു മാറ്റം വരിക. ഇരിക്കുന്ന ഭവനത്തിന് വലിയ ദോഷങ്ങളില്ലാതെ ഭവനം പുതുക്കി പണിയോ അല്ലെങ്കിൽ മറ്റൊരു ഭവനത്തിൻ്റേതായിട്ടുള്ള ശ്രമങ്ങളോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഇവരുടെ പൂർവിക കുടുംബക്ഷേത്രങ്ങളിൽ കഴിയും വഴിപാട് കഴിക്കുക. അതുപോലെ തന്നെ ഇവർ പൂർണ്ണമായ സമാധാന സന്തോഷത്തിലും ഐശ്വര്യത്തിനുമായിക്കൊണ്ട് തന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് 2-ൽ വരുന്ന വ്യാഴം, അതായത് മിഥുന രാശി സഞ്ചരിച്ചിരിക്കുന്ന വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുകയും അതുപോലെ തന്നെ ഭഗവതിയെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് അത് കഴിയും വഴിപാട് മതി. ഇന്ന വഴിപാട് എന്നില്ല, കഴിയും വഴിപാട് ഈ 2 ക്ഷേത്രങ്ങളും കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇടവൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 2.25 ഭാഗം നക്ഷത്രക്കാർക്കും ഐശ്വര്യത്തിലും അഭിവൃദ്ധിയിലും സമാധാനത്തിലും സന്തോഷത്തിലും മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത്. എങ്കിലും ഇവർക്ക് ചെറിയ ചില ദേഹാസ്വസ്ഥതകളോ ചെറിയ മാനസിക വിഷമങ്ങളോ ഒക്കെ ഉണ്ടാവാം. അതിനാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുടുംബക്ഷേത്രങ്ങളിലെ ഒരു കഴിയും വഴിപാടും പിന്നീട് ചെയ്യേണ്ടത് വിഷ്ണുവിനും ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അനുകൂല ഫലങ്ങളാവുന്നൊരു സ്ഥിതിയിൽ വരും. പക്ഷേ വിദ്യാർത്ഥികളാണെങ്കിലോ വിദ്യ തടസ്സങ്ങളും ദോഷങ്ങളും ഇല്ലാതിരിക്കാനും അതുപോലെ തന്നെ വിദ്യ സൂക്ത പുഷ്പാഞ്ജലിയും സരസ്വതി ക്ഷേത്ര ദർശനവും നടത്തുകയും അതുപോലെ തന്നെ വിദ്യ മുട്ടുകൾ തീർക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉദ്ദേശിച്ച പോലെ സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പോൾ സ്കൂളില്ലെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന അവസരങ്ങളില്ലെങ്കിലും വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നതും അതുപോലെ തന്നെ ദേഹശക്തിക്കും വിദ്യ നേട്ടത്തിനുമായിക്കൊണ്ട് ഈ വഴിപാട് കഴിക്കുക. അപ്പോൾ ഇവർക്കും ഒരു സമാധാനം കിട്ടി മുന്നോട്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ ജോലിക്കാരാണെങ്കിൽ ജോലിയിൽ ഉയർച്ചകൾ കാണുമ്പോൾ അതുകൊണ്ട് ചില അസൂയകളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കർമ്മ ബന്ധന മുട്ടുകൊളി തീർക്കുക. തീർച്ചയായിട്ടും ഇവർക്ക് നല്ലതേ വരുള്ളൂ എന്ന് തന്നെയാണ് കാണേണ്ടത്. മിഥുന രാശിയിൽ മകീരത്തിൻ്റെ അരഭാഗം തിരുവാതിര പുണർത്തത്തിൻ്റെ മുക്കാഭാഗം ചേർന്ന് വരുന്ന മിഥുനൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് ചെറിയ ചില സങ്കടങ്ങളുണ്ട്. എന്താണ് സങ്കടങ്ങൾ എന്നല്ലേ? അത് കൂടെ നിൽക്കുന്നവർ തന്നെ വിശ്വാസവഞ്ചനകൾ വരികയോ അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിൽ കൊണ്ട് തന്നെ ചില അഭിവൃദ്ധി കുറയുന്ന അവസരങ്ങൾ വരികയോ അതുപോലെ തന്നെ തൊഴിൽ സംബന്ധിച്ച് ചെറിയ ചില തർക്കങ്ങളോ ദോഷങ്ങളോ വരികയോ അല്ലെങ്കിൽ മാനഹാനികൾ വരാനും സാധ്യതകളുണ്ട് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ വളരെ സൂക്ഷ്മതയോടെ ഗണിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ ചന്ദ്രരാശിയാണ്. ജാതകത്തിൽ ഒരുപക്ഷെ ഇത് മാറ്റങ്ങളുണ്ടാവും. എന്നിരുന്നാലും ഈ നക്ഷത്രഭാഗങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും വിലയിരുത്തേണ്ടതും ഈ ദോഷങ്ങൾ വരാതെ കണ്ട് മുന്നോട്ട് പോകാനാണ്. അത് എത്തരത്തിലെന്ന് പറഞ്ഞാൽ വരും മഴ അല്ലെങ്കിൽ പെയ്യും എന്നുള്ള സൂചന കിട്ടുമ്പോൾ നനയാതിരിക്കാനുള്ള ഒരു ഉപാധി കുട കയ്യിൽ വയ്ക്കുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ സ്വയം രക്ഷയ്ക്കായിക്കൊണ്ട് ഈ മിഥുന രാശിക്കാരെ കാത്തിരിക്കുന്ന തിക്തഫലങ്ങൾ അല്ലെങ്കിൽ വിഷമിക്കുന്ന അനുഭവങ്ങൾ വരാതിരിക്കാൻ
ഒരു മുൻകരുതൽ എന്നുള്ള പോലെ തന്നെ കൂടെ നിൽക്കുന്നവരെ പൂർണ്ണമായി വിശ്വസിക്കരുത്. അതുപോലെ തന്നെ അതീവ രഹസ്യങ്ങളായ കാര്യങ്ങൾ മറ്റൊരാളോട് പറയാതിരിക്കുക. അതുപോലെ തന്നെ പൂർണ്ണമായ സമാധാന സന്തോഷത്തിലെത്തിപ്പെടാൻ ദേവക്ഷേത്രങ്ങൾ വഴിപാട് കഴിക്കാം. അത് ഈ തിരുവാതിരയ്ക്കും അതുപോലെ തന്നെ മകീരത്തിൻ്റെ അരഭാഗവും പുണർദമൊക്കെ ദേവനാളുകളുണ്ട്. അത് ഒന്ന് ശ്രീരാമനാണ് പുണർദമെങ്കിൽ മറ്റത് ശിവനാണ്, അതുപോലെ തന്നെ മറ്റതും ഭഗവതിക്കാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സമ്മിശ്രമായി വരുമ്പോൾ തീർച്ചയായിട്ടും സർവാംഗ ശത്രുദോഷം തീരാനായിട്ട് ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിലും വഴിപാട് കഴിക്കുക. അതുപോലെ തന്നെ ഉദ്ദിഷ്ട പ്രാർത്ഥന, കാര്യസാധ്യ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ശത്രു സംഹാര പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ ശത്രു മുട്ടുകളും തീർക്കുക. തീർച്ചയായിട്ടും ഇവർക്ക് നല്ലത് തന്നെ വരുള്ളൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. എന്നിരുന്നാലും അവിശ്വാസമായി തോന്നുന്ന പല കാര്യങ്ങളും കുടുംബാന്തരീക്ഷങ്ങൾ നടക്കാതെ വരികയും അതുപോലെ തന്നെ പൂർണ്ണമായ സമാധാനത്തിൽ ഇരിക്കാൻ കഴിയാത്ത അവസരങ്ങളൊക്കെ ഉണ്ടാവാം. ഏറ്റവും വിശ്വസിക്കുന്നവർ, അതായത് ആരാണ് അവരിൽ നിന്നും അനുഭവങ്ങളാവുന്ന ഗുണങ്ങളായിരിക്കില്ല ദോഷങ്ങളായിരിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അത് സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിൽ വളരെ സൂക്ഷ്മതയോടെ പെരുമാറുക. അതുപോലെ തന്നെ ഇതിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പറയാനുള്ളത് വിദ്യയിൽ ലേശം മങ്ങലോ അല്ലെങ്കിൽ വിദ്യാ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിന് വിദ്യ സൂക്ത പുഷ്പാഞ്ജലി ഇത് കഴിക്കുകയും അതുപോലെ തന്നെ വിദ്യ മുട്ടുകൾ തീർക്കുകയും അതുപോലെ തന്നെ വളരെ സമാധാനത്തോടെ പ്രാർത്ഥനയോടെ ഗോപാലരാജയന്ത്രങ്ങളൊക്കെ ധരിക്കുകയും ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരാം എന്നുള്ളതാണ് കാണേണ്ടത്. ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയും സമാധാന ഐശ്വര്യത്തോടു കൂടെ പോകാനായിട്ടുള്ള ഈശ്വര പ്രാർത്ഥനയും ഇവർക്ക് നല്ല അനുഭവപരങ്ങളായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർക്കിടക രാശിയിലെ പുണർദത്തിൻ്റെ കാൽഭാഗം പൂയം ആയില്യം, ഇങ്ങനെയാണ് 2 ഭാഗം. ഈ 2 ഭാഗം നക്ഷത്രക്കാർ കാത്തിരിക്കുന്നത് ഇവർക്ക് വലിയ ദോഷങ്ങളില്ല. എന്നാൽ വ്യാഴത്തിൻ്റെ പകർച്ച ഇവർക്ക് 12-ലാണ്. അതുപോലെ തന്നെ ഈ ലഗ്നാധിപൻ്റെ ചൊവ്വയാണ്. അപ്പോൾ ഈ 2 ഗ്രഹങ്ങളെ കൊണ്ട് വലിയൊരു വിജയമൊന്നുമില്ല. എന്നാൽ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ ഇവർക്ക് വളരെ അനുകൂലമാണത്. അങ്ങനെ വരുമ്പോൾ ഈ 2 ഗ്രഹങ്ങൾക്കാണ് ഈ കർക്കിടക രാശിക്കാർ പ്രതിവിധി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ കർക്കിടക രാശിക്കാരെ കാത്തിരിക്കുന്ന അനുഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ പരസ്പര കലഹങ്ങളോ വിദ്വേഷങ്ങളോ കുടുംബാന്തരീക്ഷങ്ങളോ സംഭവിക്കാം. അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയിൽ തടസ്സങ്ങളോ ശത്രുദോഷങ്ങളോ സംഭവിക്കാം. അതുപോലെ തന്നെ അറിയാതെ ധനനഷ്ടങ്ങളോ തടസ്സങ്ങളോ സംഭവിക്കാം. ഇതൊക്കെ ചില പ്രധാന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ യാത്രാവേളകളിലെ അപകടങ്ങളും ദുരിതങ്ങളും വരാതെ കണ്ട് കാത്തുകൊള്ളുക എന്നുള്ളത് ശ്രദ്ധാപൂർവം യാത്ര ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഇതിൽ ഒരു വൻ വിജയത്തിൽ എത്തിപ്പെടാൻ ചില തടസ്സങ്ങൾ വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഭയപ്പെടാനല്ല, എന്നാലും ചന്ദ്രരാശി പ്രകാരം ഇത്തരം ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ എല്ലാ ദോഷ കാരണങ്ങൾക്കും പരിഹാരങ്ങൾ എന്നോണം ദേവി ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തുക. അപ്പോൾ ഈ 3 ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് ഒരു കഴിയും വഴിപാട് കഴിക്കുക. പിന്നീട് ഇവിടെ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ഒന്ന് ചൊവ്വയ്ക്കാണ്. ഈ ചൊവ്വ എന്നുള്ളത് ഒരു ഭഗവതി സാന്നിധ്യത്തിൽ തന്നെയാണ് രാശിപ്രകാരം അല്ലെങ്കിൽ ജ്യോതിഷപ്രകാരം കാണേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിലെ ഗുരുതി പുഷ്പാഞ്ജലി അതുപോലെ തന്നെ ഗുരുതി പുഷ്പാഞ്ജലിയോടുകൂടെ തന്നെ ദേവിക്കൊരു നിവേദ്യം വിളക്ക് മാല സമർപ്പിക്കുക. അപ്പോൾ ചൊവ്വയുടെ ആ ദോഷത്തിന് ഒരു പരിഹാരങ്ങളായിട്ടുണ്ട്. പിന്നീട് അത്ര അനുകൂലത്തിലല്ല, വ്യാഴം 12-ലാണ് എങ്കിലും വലിയ ദോഷങ്ങളില്ല എന്ന് പറയാം. അപ്പോൾ കഴിയും ഒരു വഴിപാടായിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ കഴിക്കുക. പിന്നീട് ഐശ്വര്യ അഭിവൃദ്ധികളും സമാധാനങ്ങളും കിട്ടാനായിട്ട് ഒരു കഴിയും വഴിപാട്, മനസമാധാനത്തിനായിട്ട് ധാര പോലെയുള്ള വഴിപാട് ശിവക്ഷേത്രത്തിൽ കഴിക്കുക. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലെ ശനിയാഴ്ച ദിവസം ഒരു വ്രതത്തോടുകൂടെ ഈ വഴിപാട് കഴിച്ചുകൊണ്ട് ഒരു നിവേദ്യം കൂടി സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും കർക്കിടക രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക്, അതായത് പുണർദം, പൂയം, ആയില്യം, ഈ 2 ഭാഗം നക്ഷത്രക്കാർക്ക് ഈ ദോഷങ്ങളിൽ നിന്ന് മുക്തി കിട്ടിക്കൊണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇതിലും വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്ന മനോവിഷമങ്ങളും തടസ്സങ്ങൾ തീർക്കാനും സരസ്വതി സൂക്ത പുഷ്പാഞ്ജലിയും സരസ്വതി ക്ഷേത്ര ദർശനവും നടത്തുക. തീർച്ചയായിട്ടും നല്ലത് തന്നെ വരും എന്നുദ്ദേശിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. മുട്ടുകളും തടസ്സമുട്ടുകളും തീർക്കുക. അത് ഭദ്രകാളിയുള്ള ക്ഷേത്രങ്ങൾ ചെയ്യുമ്പോൾ നല്ലത് തന്നെ വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുള്ളൂ. ഇതിലെ ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ വ്യാപാരികൾക്കും ചെറിയ തടസ്സങ്ങൾ വരാമെന്ന് പറയാം. വിചാരിച്ച പോലെ ഒരു നേട്ടങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അതിനെ
കർമ്മ മുട്ടും അതുപോലെ തന്നെ ശത്രു മുട്ടും തീർക്കുക. ഇതൊക്കെ ഭദ്രകാളി ക്ഷേത്രം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ലത് തന്നെ സംഭവിക്കുമെന്ന് കാണാം. ചിങ്ങരാശി. ചിങ്ങരാശിയിൽ മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ചിങ്ങക്കൂറുകാരെ കാത്തിരിക്കുന്നത് നേതൃത്വ സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന മാർഗങ്ങൾ തെളിഞ്ഞു വരുന്ന പറയാം. ഇത് രാഷ്ട്രീയക്കാർക്കല്ല, എല്ലാവർക്കും, അതായത് ജോലി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു ചില പ്രമോഷനോ സാധ്യതകളൊക്കെ കിട്ടാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാം. എന്നാൽ ഇവരുടെ നാഥൻ, അതായത് ഈ ചിങ്ങരാശിക്കാരുടെ അധിപൻ, ഇത് സൂര്യനാണ്. സൂര്യൻ്റെ പ്രയാണം ഇടമാസത്തിലായതുകൊണ്ട് ചെറിയ ചില ഉഷ്ണാധിക്യ രോഗങ്ങളും ദേഹദോഷങ്ങളും ഉണ്ടാകും. അത് ഈ ഇടവമാസത്തിൽ ഇങ്ങനെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടവത്തിൻ്റെ പകുതി വർഷക്കാലമേ ഉള്ളൂ, പകുതി വർഷക്കാലമല്ല. അതുകൊണ്ട് തന്നെ ഉഷ്ണാധിക്യങ്ങൾ വന്നുകൊണ്ട് സമാധാനങ്ങളില്ലാത്തൊരവസ്ഥകൾ വരാമെന്ന് പറയും. അപ്പോൾ ഇതിന് ശിവക്ഷേത്രത്തിൽ ദേഹധാര, അതായത് ഇളനീർ ധാരയാണ് ഉദ്ദേശിക്കുന്നത്. ഇളനീർ ധാര കഴിക്കുക, അത് ഒരു പരിധി വരെ ഇതിനൊരു പരിഹാരങ്ങളാണ്. അതുപോലെ തന്നെ മനസമാധാനത്തിനായിക്കൊണ്ട് കെടാവിളക്ക് കഴിക്കുക. അതുപോലെ തന്നെ ദേവന് ഒരു അലങ്കാരം, കൂവളമാല നിവേദ്യത്തോടു കൂടെ കഴിക്കുക. തീർച്ചയായിട്ടും ഈ ദോഷത്തുനിന്ന് ഒരു പരിഹാരങ്ങളാണ്. മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂലങ്ങളാണ്. എന്നിരുന്നാൽ ചെറിയ ചെറിയ ദോഷങ്ങൾക്ക് ഈ പരിഹാരങ്ങൾ കൊണ്ട് തന്നെ എല്ലാം നല്ലതായി കാണാം. ഇത് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ജോലിക്കാർക്കും അതുപോലെ തന്നെ കച്ചവടക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വഴിപാട് തന്നെയാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടെ ചെയ്യുമ്പോൾ നിശ്ചയമായും ഇതുകൊണ്ട് നല്ലത് തന്നെ വരും. പിന്നെ അറിയാതെ, അതായത് അപകീർത്തിപ്പെടുത്തുന്ന വാക്കോ അതുകൊണ്ട് ചില ദോഷങ്ങളൊക്കെ വരാം. ഇത് ഹനുമാൻ സ്വാമിക്ക് കഴിയും വഴിപാടായി തന്നെ കഴിക്കാം. ഇനി അല്ലെങ്കിലോ ഹനുമാൻ സ്വാമിക്ക് ഒരു കുഴച്ചാവിലും ഒരു നെയ്വളക്കം സമർപ്പിക്കുക. തീർച്ചയായിട്ടും ഈ ദുരിത ദോഷത്തുനിന്ന് മോചനം കിട്ടിക്കൊണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ചിങ്ങരാശിക്കാരെ കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇവർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കും. കന്നിരാശി. ഉത്തരത്തിൻ്റെ മുക്കാഭാഗം, അത്തം, ചിത്രയുടെ അരഭാഗം ചേർന്ന് വരുന്ന കന്നിരാശിക്കാരെ കാത്തിരിക്കുന്ന അത് ഒരു ചെറിയ ദോഷങ്ങളുണ്ടെങ്കിലും ആ ദോഷങ്ങൾ മറികടന്നുകൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇവർക്ക് മീനരാശിയിൽ വരുന്ന ശനിയെക്കൊണ്ട് ചില ദോഷങ്ങളുണ്ട്. എന്നാൽ 10, അതായത് മിഥുന രാശിയിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേതുവിൻ്റെ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെ കുറിച്ച് ഈ വർഷം അല്ലെങ്കിൽ ഈ മാസത്തിലൊക്കെ നല്ലത് തന്നെയാണ് കാണേണ്ടത്. അനാവശ്യ ചിലവ് എന്നൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ട് സർവോപരി സമാധാനം കിട്ടുന്നൊരവസരം വരും. ശത്രുദോഷങ്ങൾ എന്നൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ട് സർവോപരി സമാധാനം കിട്ടും. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ സങ്കടങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. വിദ്യാർത്ഥികളാണെങ്കിലും ഇതിൽ നല്ലത് തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ സന്താനങ്ങളെക്കുറിച്ച് കൊണ്ടുള്ള വ്യാകുലത അല്ലെങ്കിൽ സങ്കടങ്ങൾ, അതിനും ഈ മാസത്തിലെ ഒരു പരിഹാരങ്ങളാണ്. അപ്പോൾ എല്ലാ രൂപത്തിലും. എന്നാൽ ഇതിൽ വ്യാപാരം ചെയ്യുന്നവരും രാഷ്ട്രീയക്കാർക്കൊക്കെ അറിയാതെ തന്നെ ചില ശത്രുദോഷങ്ങൾ ഉണ്ടാകുമെന്ന് പറയും. അത് കൂടെ നിൽക്കുന്നവർ തന്നെയാണ് വരും. കൂടെ നിൽക്കുന്നവർ വളരെ സ്നേഹിക്കുന്ന ആൾക്കാരിൽ നിന്നും ചില അബദ്ധങ്ങളോ വിശ്വാസവഞ്ചനകളോ ഒക്കെ വരാം. അതുപോലെ തന്നെ ചെറിയ ധനനഷ്ടങ്ങളും ക്ലേശങ്ങളും വരാം. ഇതൊക്കെ ഇവരെ കാത്തിരിക്കുന്ന ചില സങ്കടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടാനും പൂർണ്ണമായ ഐശ്വര്യ അഭിവൃദ്ധിയോടെ എത്താനും 7 ശനി ദോഷകാരകനാവുന്നത് തീർക്കാനും ശിവക്ഷേത്രത്തിലെ മനസമാധാനത്തിനായിക്കൊണ്ട് തന്നെ ഒരു ശംഖുധാര കഴിക്കുക. ശംഖുധാര ഇവർക്ക് വളരെ സമാധാനം കിട്ടും. അതുപോലെ തന്നെ സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിക്കുക. ഇതും ഒരു പരിധിവരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. ദേവന് കഴിയും വഴിപാട് എന്നുള്ള രൂപത്തിലെ ഒരു നിവേദ്യം കൂടി സമർപ്പിക്കുക. അതുപോലെ തന്നെ സന്തോഷ സമാധാന ഐശ്വര്യത്തോടു കൂടെ തന്നെ സർവ്വ ദുരിത ദോഷങ്ങൾ തീർത്തുകൊണ്ട് ഐശ്വര്യ അഭിവൃദ്ധിയോടെ കന്നി രാശിയിൽ വരുന്ന 2.25 നക്ഷത്രക്കാർക്ക്, അത് വിദ്യാർത്ഥികളാണെങ്കിലും ഈ വഴിപാട് കൊണ്ട് തന്നെ നിശ്ചിത ഫലം കിട്ടും. വ്യാപാരികളാണെങ്കിലും ഇത് കൂടെ തന്നെ മുന്നോട്ട് പോവുക. ശനിയാഴ്ച വ്രതങ്ങൾ കൂടി എടുത്താണ് ചെയ്യണമെങ്കിൽ വളരെ പവിത്രമായ ഒരു വഴിപാട് തന്നെയാണിത്. അതുകൊണ്ട് ഐശ്വര്യവും അഭിവൃദ്ധിയും സംഭവിക്കും എന്ന് തന്നെയാണ് കാണേണ്ടത്. തുലാരാശി. തുലാരാശിയിൽ ചിത്രയുടെ അരഭാഗം ചോതി വിശാഖത്തിൻ്റെ മുക്കാഭാഗം ചേർന്ന് വരുന്ന തുലാരാശിക്കാരെ കാത്തിരിക്കുന്നത്
ഇവർക്ക് ചെറിയ ചില മനപ്രയാസങ്ങളും ദുരിതങ്ങളും വരികയും അതുപോലെ തന്നെ അതുമൂലം പ്രയാസപ്പെടുന്ന അവസരങ്ങളും അറിയാതെ വരുന്ന ദേഹാസ്വസ്ഥകളൊക്കെ ഉണ്ടാവുമെന്ന് പറയാം. ലഗ്നാധിപൻ ശുക്രനാണ്, എന്നിരുന്നാലും ഇതിൻ്റേതായ ചില ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ അബദ്ധ സഞ്ചാരങ്ങൾ, അതായത് സഞ്ചരിക്കുമ്പോൾ ഒരു സന്തോഷപൂർവ്വം സഞ്ചരിക്കുകയും നോക്കിയും കണ്ടുമൊക്കെ സഞ്ചാരങ്ങൾ ഉണ്ടാവണമെന്ന് പറയും. അത് വാഹനയാത്രയിലായാലും അല്ലെങ്കിൽ മറ്റ് സുഹൃത്ത് ബന്ധങ്ങളായാലും ശരി. ചില കുടുംബ ബന്ധങ്ങളിൽ തന്നെ ചില തിക്ത അനുഭവങ്ങളും ശത്രുദോഷങ്ങളും വരും. വിശ്വസിച്ച അല്ലെങ്കിൽ കിട്ടുമെന്ന് വിശ്വസിച്ച പലതും നഷ്ടപ്പെടുന്ന അവസരങ്ങൾ വരാം. തൊഴിൽ രംഗത്ത് ചില വിഷമാവസ്ഥകൾ വരാം. അതുപോലെ തന്നെ ഇവർക്ക് അനാവശ്യ ധനച്ചെലവുകളോ അതുപോലെ തന്നെ ദേഹദോഷങ്ങളൊക്കെ വരാം. ഇതിനൊക്കെ ഒരു ഏകരൂപത്തിൽ പ്രതിവിധി കാണും. ഇത് തൊഴിൽ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വിദ്യാ തടസ്സങ്ങൾക്കൊക്കെ കാണും. വിദ്യാർത്ഥികൾക്ക് ചെയ്യേണ്ടത് വിദ്യാസൂക്ത പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ വിദ്യാമുട്ടും വിദ്യ തടസ്സം മുട്ടും തീർക്കുക. വ്യാപാരികളാണെങ്കിൽ വിദ്യ മുട്ട് തീർക്കുന്ന പോലെ തന്നെ കർമ്മമുട്ടും കർമ്മ തടസ്സം മുട്ടും തീർക്കുക. അതുപോലെ തന്നെ ശത്രുമുട്ട്, അത് ജോലിക്കാർക്കൊക്കെ പറ്റിയത് തന്നെയാണ്. ശത്രുമുട്ടും കർമ്മമുട്ടും തീർക്കുക. അപ്പോൾ അതിൽ വരുന്ന ശത്രുദോഷങ്ങൾ തീരും. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിലെ പ്രാർത്ഥന പോലെ തന്നെ കഴിയും വഴിപാടായിട്ട് വിഷ്ണു ക്ഷേത്രം സമർപ്പിക്കുക. പിന്നീട് ഇവരെ ലഗ്നാധിപൻ എന്ന് പറയുന്നത് ശുക്രൻ്റെ കാരകത്വത്തോടു കൂടെ വരുന്നത് ഹനുമാനാണ്. അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് തീർച്ചയായിട്ടും ഒരു മുഖക്കാപ്പ് വഴിപാട് കഴിക്കുക. അപ്പോൾ ഈ സങ്കടദോഷത്തു നിന്നൊക്കെ പ്രതിവിധി കണ്ടുകൊണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും. ഇത് കഴിയുന്ന ഏവർക്കും ചെയ്യാം, വിദ്യാർത്ഥികൾക്കൊക്കെ ചെയ്യാം. തീർച്ചയായിട്ടും ഇവർക്ക് നല്ല ഫലം കിട്ടും എന്ന് തന്നെയാണ് ഇതിൽ കാണേണ്ടത്. വൃശ്ചികരാശി. വൃശ്ചികരാശിയിലെ വിശാഖത്തിൻ്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട ഇങ്ങനെ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ചെറിയ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. എന്നാൽ ഇവർക്ക് രാഹുവിനെ കൊണ്ട് അതുപോലെ തന്നെ കേതുവിനെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാം. അതുപോലെ തന്നെ ഇവരുടെ ലഗ്നാധിപൻ ചൊവ്വ തന്നെയാണല്ലോ, ചൊവ്വയുടെ അനിഷ്ടഭാവങ്ങളും ചില ബുദ്ധിമുട്ടുകൾ വരുത്താം. അപ്പോൾ ഇതുകൊണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ ചെറിയ ചില ദോഷങ്ങൾ വരാം. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവതി ക്ഷേത്ര ദർശനവും ഭഗവതി ക്ഷേത്രത്തിലെ അതുപോലെ തന്നെ ഭഗവത് സേവ വഴിപാട് കഴിക്കുക. അതുപോലെ തന്നെ ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുട്ടുകളൊക്കെ തീർക്കാം, അല്ലെങ്കിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിക്കാം. ഇതൊക്കെ ഒരു പരിധിവരെ സമാധാനം കിട്ടും. അതുപോലെ തന്നെ ചൊവ്വാഴ്ച വ്രതങ്ങൾ എടുക്കുകയും ചൊവ്വാഴ്ച വ്രതത്തോടുകൂടെ ദേവീക്ഷേത്ര ദർശനം നടത്തുകയൊക്കെ ചെയ്യുന്നതും യുക്തിപൂർവമായ ചില വഴിപാടുകളാണ്. കഴിയും വഴിപാട് ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ തട്ടകത്തിലെ ഭഗവതിക്ക് സമർപ്പിക്കുക. വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാസരസ്വതി പോലെയുള്ള ക്ഷേത്രങ്ങളും ദുർഗാക്ഷേത്രങ്ങളും ചെന്നുകൊണ്ട് വിദ്യാസൂക്ത പുഷ്പാഞ്ജലി കഴിക്കുക. വിദ്യാമുട്ടുകൾ തീർക്കുക. തീർച്ചയായിട്ടും നല്ലത് തന്നെ വരുള്ളൂ. വ്യാപാരികൾക്കാണെങ്കിൽ വ്യാപാരത്തിൽ ചെറിയ ചില അറിയാതെ വരുന്ന നഷ്ടങ്ങളും തടസ്സങ്ങളും ഉണ്ടാകും. ഇതിനെ വകവയ്ക്കാതെ കണ്ട് മുന്നോട്ട് പോകാതെ കണ്ട് കഴിയും വഴിപാട് പോലെ തന്നെ ധനബന്ധനം മുട്ടുകൂടി തീർക്കുക. അപ്പോൾ അത് ധനബന്ധനങ്ങൾ തീർന്നുകൊണ്ട് ഐശ്വര്യ അഭിവൃദ്ധിയിൽ എത്തിപ്പെടും എന്ന് തന്നെയാണ് കാണുന്നത്. ഇത് ജോലിക്കാരാണെങ്കിലും കർമ്മ മുട്ട് തീർക്കുക. തീർച്ചയായിട്ടും അവർക്ക് നല്ലത് തന്നെ വന്നുകൊണ്ട് ഐശ്വര്യ അഭിവൃദ്ധിയോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇത്രയും വഴിപാട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വൃശ്ചിക രാശിയിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക് ഒരു പരിധി വരെ മാറ്റങ്ങൾ വരാം എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തതായിട്ട് ധനുരാശിയാണ്. ധനുരാശിയിൽ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ധനുരാശിക്കാരെ കാത്തിരിക്കുന്നത് ചില മാറ്റങ്ങളാണ്. അതായത് ഇവർക്ക് ഇപ്പോൾ ശനി 4-ലുണ്ട്, അതുപോലെ തന്നെ 3-ൽ ശനിയാവുന്ന കാലത്ത് വന്ന അനുഭവങ്ങൾ ശനിയെ കൊണ്ടുണ്ടാവില്ല. എന്നാൽ 4 രാഹു ആയിരുന്നു ആ സമയത്ത്, അതിപ്പോൾ ഇവരെ സംബന്ധിച്ച് 3-ലായിട്ടുണ്ട്. അത് ചെറിയ ചില ഗുണങ്ങളാണ്. എന്നാൽ കേതുവിനെ കൊണ്ട് ചില ദോഷങ്ങളുമാണ്. അതുപോലെ തന്നെ ഇവർക്ക് വ്യാഴം, അത് ഇവർക്ക് ശത്രുസ്ഥാനത്തായിരുന്നു, 6-ാം ഭാവത്തിലാണ് സഞ്ചരിച്ചിരുന്നത്. അതിപ്പോൾ 7-ലായിട്ടുണ്ട്. അത് ഇവർക്ക് ചില ഗുണങ്ങൾ ചെയ്യും. ഇവരുടെ ലഗ്നാധിപൻ എന്ന് പറയുന്നത് ചില ഗുണത്തിലാണല്ലോ. അപ്പോൾ ഇവർക്ക് വരവിനേക്കാൾ ചെലവ് വരുന്ന അവസരം ആയിരുന്നു ഇതുവരെയെങ്കിൽ ഇനി വരുന്നത് ചെലവിനേക്കാൾ വരവ് വരുന്ന അവസരം. അങ്ങനെ വരുന്നത് വളരെ സൂക്ഷ്മതയോടെ നോക്കണം. ഇത് ചന്ദ്രരാശി പ്രകാരം പറയുന്നതാണ്. ഒരു പക്ഷേ ഈ അനുഭവ ഗുണങ്ങൾ ഈ 2 ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് സംഭവിച്ചില്ല എന്നിരുന്നാൽ അത് ജ്യോതിഷത്തിൻ്റെ ഒരു തെറ്റുകൊണ്ടല്ല,
മറിച്ച് അവരുടെ ജാതകത്തിൽ സഞ്ചരിച്ചിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂലങ്ങളൊക്കെ കാണുമ്പോഴാണ്. ഇപ്പോൾ ചന്ദ്രരാശി പ്രകാരം വ്യാഴം 7-ലും രാഹു 3-ലും 4-ലെ ശനിയും വളരെ ദോഷങ്ങളില്ലാതെ പോകുമ്പോൾ ശനിയെക്കൊണ്ടൊരു ദോഷങ്ങളുണ്ടെങ്കിലും മറിച്ച് മറ്റുള്ള ഗ്രഹങ്ങളെ കൊണ്ട് നേട്ടങ്ങളും വരുമ്പോൾ ഇതാണ് ബലങ്ങളായി പറയേണ്ടത്. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവർക്ക് നല്ലത് തന്നെയാണ് വരേണ്ടത്. എന്നാൽ വിരോധികളായിരുന്നവരെല്ലാം സ്നേഹിതന്മാരായി മാറുന്ന ഒരവസരങ്ങൾ വരും. ഇതുവരെ ആരായിരുന്നു വിരോധി അവരൊക്കെ മാറിക്കൊണ്ട് അവർ അനുകൂലത്തിൽ വരും. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ ശത്രുതാഭാവത്തോടെ നിന്നവർ അനുകൂലത്തിൽ വരും. അതുപോലെ തന്നെ ദേഹ അസ്വസ്ഥതകൾ അസുഖങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ കുടുംബ അന്തരീക്ഷത്തിൽ വരുന്ന ശത്രുതാ മനോഭാവം മാറിക്കൊണ്ട് ഐശ്വര്യ അഭിവൃദ്ധിയോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത്. അത് ഇടവൻ രാശി അല്ലെങ്കിൽ ഇടവൻ മാസത്തിൽ ധനുരാശിക്കാരെക്കുറിച്ച് നല്ലത് തന്നെയാണ് പറയാനുള്ളത്. എന്നാൽ ഇവർക്ക് ദോഷങ്ങളുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അത് ഒന്ന് കേതുവിനെ കൊണ്ടാണ്, മറ്റൊന്ന് ഇവർക്ക് 5-ാം ഭാവാധിപനായി വരുന്ന ചൊവ്വ, അത് കർക്കിടക രാശിയിലാണ്. അതുകൊണ്ട് സന്താനങ്ങളെക്കുറിച്ചുകൊണ്ട് വ്യാകുലപ്പെടുകയോ സന്താനങ്ങളെക്കുറിച്ചുകൊണ്ട് മറിച്ച് ചില സങ്കടങ്ങൾ വരികയോ ഒക്കെ ഉണ്ടാവും. അത് ചൊവ്വയെ കൊണ്ടാണ് കണ്ടത്. അപ്പോൾ അതിന് പരിഹാരമായിക്കൊണ്ട് തന്നെ ചൊവ്വയ്ക്ക് അല്ലെങ്കിൽ തട്ടകത്തിൽ ഭഗവതിക്ക് നിവേദ്യത്തോടു കൂടെ ഒരു പുഷ്പാഞ്ജലി കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും ഇതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും. മറ്റുള്ള ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. പിന്നെ ഇവിടെ ശത്രുതാഭാവത്തിൽ വരുന്ന ഇടവൻ രാശിയിൽ വരുന്ന ഗ്രഹം, അത് ഈ ഇടവൻ രാശിയുടെ അധിപനായി വരുന്നത് ശുക്രനാണ്. ശുക്രനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വഴിപാട് ഹനുമാൻ സ്വാമിക്കാണ്. ഹനുമാൻ സ്വാമിക്ക് കുഴച്ചവിലും വെറ്റിലമാലയും സമർപ്പിക്കുക നെയ്വിളക്കോടെ. തീർച്ചയായിട്ടും ഇവരുടെ ശത്രുഭാവത്തിൽ വരുന്ന ഇടവൻ രാശിയിൽ വരുന്ന ഗ്രഹത്തിനെ കൊണ്ടും നേട്ടങ്ങളുണ്ടാവും. അപ്പോൾ ഇവർക്ക് എല്ലാം കൊണ്ടും വളരെ സമാധാനം കിട്ടും. പിന്നെ അത്ഭുതപൂർവമായിക്കൊണ്ട് ചില ധനനേട്ടങ്ങളും കൈവരിക്കുക എന്ന് പറയും. ഇത് കേട്ടുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. എല്ലാം വളരെ ശരിയാണെങ്കിൽ ഇവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള ഒരവസരങ്ങളാണ് ഇടവ മാസം ഇവരെ കാത്തിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം എന്നാണ് കാണേണ്ടത്. ഇത് ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ഒരേ ഫലം തന്നെയാണ് കാണുന്നത്. എന്നാൽ രാഷ്ട്രീയത്തിലുള്ളവർക്ക് ഇത് ഒരു പിൻകുത്ത് വരുന്നൊരവസരങ്ങളുണ്ട്. അത് കേതുവിനെ കൊണ്ടാണല്ലോ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അത് ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോയാൽ അതൊന്നും ഒരു മാറ്റങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിലോ കേതു എന്നൊരു ഗ്രഹത്തിനായിട്ട് നവഗ്രഹത്തിൽ രാഹു കേതുക്കളൊക്കെ ആയിക്കൊണ്ടും ഒരു പൂജ കർമ്മങ്ങൾ ചെയ്യാം. അല്ലെങ്കിലോ കേതുവിനായിക്കൊണ്ട് മാത്രമായിട്ടും ചെയ്യാം. അത് കഴിയും പോലെ തന്നെ ചെയ്യാം. ഇനി മകരം രാശിയാണ്. മകരം രാശിയിലെ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം, ഇങ്ങനെയാണ് 2/4 ഭാഗം. അപ്പോൾ ഈ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ അരഭാഗം കൂടി ചേർന്ന് വരുന്ന 2/4 ഭാഗത്തിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാത്തിരിക്കുന്നത് ഇവർക്ക് 2-ലാണ് രാഹു, 3-ൽ ശനി, അതുപോലെ തന്നെ ഇവിടെ 4-ാം ഭാവം പറഞ്ഞ ശുക്രൻ, അതുപോലെ തന്നെ ഇവർക്ക് 5, 6-ലാണ് വ്യാഴം പോണത്. അപ്പോൾ ഈ 6-ൽ പോണ വ്യാഴം ചില ദോഷങ്ങളാണ് വരുത്തുക. ശത്രുതാഭാവം വരും, വ്യാഴ തടസ്സങ്ങൾ വരും, ദേഹകാരകത്വം അല്ലെങ്കിൽ ദേഹം, അതുപോലെ തന്നെ അറിയാതെ ശത്രുദോഷങ്ങൾ വരും. അപ്പോൾ ഇവർ ചെയ്യേണ്ടത് എന്താ പറഞ്ഞാൽ വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകണം. ചെയ്യുന്ന ജോലിയിൽ തന്നെ ശത്രുക്കളുണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൽ ശത്രുതാഭാവത്തോടെ കാണുന്ന ഒരാളെങ്കിലും കൂടെ ഉണ്ടാവുമെന്ന് പറയാം. അതുകൊണ്ട് വളരെ ആലോചിച്ച് മുന്നോട്ട് പോകണം. പിന്നെ ഇവരുടെ വാക്ക് പ്രവൃത്തി കർമ്മം അത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാതെ കണ്ട് ശത്രുദോഷങ്ങൾ വരാം. 2-ാം ഭാവം കൊണ്ട് വരുന്നതാണ്. അപ്പോൾ രാഹുവിനെ കൊണ്ടും വ്യാഴത്തിനെ കൊണ്ടും ശത്രുദോഷമുണ്ട്. എന്നാൽ ഇവർക്ക് ശനിയെ കൊണ്ട് ചില നേട്ടങ്ങളുണ്ട്. ശനി 3-ലാണ്. 3-ലെ ശനി മുടി ചൂടും, അറിയാതെ തന്നെ ലബ്ധിക്കും അതുപോലെ തന്നെ സുഖ സൗകര്യത്തിനൊക്കെ കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ മാനഹാനി വരാവുന്ന ഒരവസരങ്ങൾ ഇതിലുണ്ട്. അത് കാത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഇടപഴകുമ്പോഴും വിശ്വാസപൂർവ്വം സത്യസന്ധമായ വാക്കുകളും അതുപോലെ തന്നെ തെറ്റാവുന്ന ഒരു അബദ്ധ സഞ്ചാരത്തിൽ കൂടെയുള്ള യാത്രകളോ വാക്കുകളോ പ്രയോഗിക്കാതെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് നല്ലത് തന്നെ വരണം. ധന അഭിവൃദ്ധികളും നേട്ടങ്ങളും ഉള്ളത് ഇവരെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. എന്നാൽ മാനഹാനികളോ തർക്കങ്ങളോ ദോഷങ്ങളോ വരുന്നത് ഏതൊരാൾക്കും വിഷമങ്ങളാണ്. അപ്പോൾ ഇതിനെ ഒരു പരിഹാരം എന്ന പോലെ നാഗക്ഷേത്രത്തിലൊരു വഴിപാട് കഴിക്കുക. തീർച്ചയായിട്ടും അത് നല്ലതേ വരുള്ളൂ. നാഗപൂജ അല്ലെങ്കിൽ വെള്ളരി പൂജയൊക്കെ കഴിക്കാം. പിന്നെ 6-ൽ വരുന്ന വ്യാഴം, ഇത് ഏറ്റവും നല്ലത് നവഗ്രഹ ക്ഷേത്രത്തിലെ വ്യാഴദോഷ പരിഹാര പൂജയാണ്. അപ്പോൾ 6-ലെ ശത്രുവിനെ
പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് കൂടി സമർപ്പിക്കുക. തീർച്ചയായിട്ടും ശത്രുദോഷത്തിനെ മറികടക്കാൻ കഴിയും. പിന്നീട് ഇവർക്ക് പൂർണ്ണമായ സമാധാനം കിട്ടും. ഇത് വിദ്യാർത്ഥികളാണെങ്കിലും തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും വ്യാപാരികളാണെങ്കിലും ഇതൊക്കെ ഈ തരത്തിൽ മതി. പിന്നെ വേറൊന്നുണ്ട്, ഈ മകരം രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിൽ മകരം ചൊവ്വയ്ക്ക് പ്രാധാന്യം കൂടും. മകരച്ചൊവ്വ തീഷ്ണതയാണ്. അപ്പോൾ ചൊവ്വ പോലുള്ള ദേവീ ക്ഷേത്രങ്ങളിലെ അപ്പോൾ ദേഹ കർമ്മ ശത്രുമുട്ടുകളൊക്കെ തീർക്കുന്നത് വളരെ നല്ല ഒരു വഴിപാടാണ്. ഇത് വിദ്യാർത്ഥികൾക്കും ചെയ്യാം. വിദ്യ മുട്ട് തീർക്കാം. അതുപോലെ തന്നെ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ ഉള്ള പുഷ്പാഞ്ജലിയും കഴിക്കാം. വിദ്യാസൂക്തം. കുംഭൻ രാശിയാണ്. കുംഭൻ രാശിയിൽ അവിട്ടത്തിൻ്റെ അരഭാഗം ചതയം, പൂരോട്ടാതി മുക്കാൽ ഭാഗം, അങ്ങനെയാണ് രണ്ടേക്കാൽ ഭാഗം. ഈ രണ്ടേക്കാൽ ഭാഗം നക്ഷത്രക്കാർക്ക് കാത്തിരിക്കുന്നത് ഇവർക്ക് ലഗ്നരാഹു അല്ലെങ്കിൽ ഈ ലഗ്നത്തിൽ സഞ്ചരിച്ചിരിക്കുന്ന രാഹു, ഇതിൻ്റെ അധിപൻ ലഗ്നാധിപൻ ശനി. അപ്പോൾ ശനിയും രാഹുവും ഒന്നിക്കുമ്പോൾ ദേഹ അസ്വസ്ഥതകളൊക്കെ വരാം. എന്നാൽ ഇവരെ കാത്തിരിക്കുന്ന വൻ വിപത്തുകളാവുന്ന ചില ദോഷങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ശനിയാണ്. ശനി ജന്മശനിയായിരുന്നു. അതിപ്പോൾ മീനരാശിയിലേക്കായപ്പോൾ 7 ശനിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് 3-ാം ഭാവം കൂടെപ്പിറപ്പ് അങ്ങനെയുള്ള ഭാഗത്തു നിന്ന് ശത്രുദോഷങ്ങൾ വരാം. അത് ചൊവ്വയെ കൊണ്ടാണ് കാണുന്നത്. ഇവരുടെ 4-ാം ഭാഗം ഇടവൻ രാശിയാണ്. അതുകൊണ്ട് വളരെ ദോഷങ്ങളില്ല, എങ്കിലും സമാധാനം കിട്ടുന്ന അവസരം തന്നെയാണ് കാണുന്നത്. പിന്നെ ഇവരുടെ മറ്റുള്ള ഗ്രഹങ്ങളെക്കുറിച്ചുകൊണ്ട് പറയുമ്പോൾ സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കുംഭരാശിക്കാരെ കാത്തിരിക്കുന്ന ഫലം സമ്മിശ്രമായിട്ട് തന്നെ കാണുന്നത്. പിന്നെ 5-ൽ വരുന്ന വ്യാഴത്തിനെ കൊണ്ട് വളരെ ദോഷങ്ങളില്ല, എങ്കിലും വളരെ ഐശ്വര്യ അഭിവൃദ്ധികൾ ഉണ്ടാക്കി തരുന്നതാണെങ്കിലും അതുപോലെ തന്നെ ചില ചെലവുകൾ വരുന്ന അവസരങ്ങളുണ്ടാവും. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഗ്രഹനില സഞ്ചാരത്തിൽ കാണേണ്ടത്. അപ്പോൾ ഇവർക്ക് ലഗ്നഭാവത്തിൽ വരുന്ന രാഹുവിന് നാഗക്ഷേത്രത്തിൽ ഒരു വഴിപാട് കഴിക്കുക. പിന്നെ ഇവർക്ക് 2-ൽ വരുന്ന ശനി, അത് ശിവക്ഷേത്രത്തിൽ തന്നെ കഴിക്കുക. ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് ധാര, അതുപോലെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുക. കടാവിളക്ക്. തീർച്ചയായിട്ടും ഈ 2 വഴിപാട് നാഗക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും കഴിക്കുമ്പോൾ തന്നെ ഒരു പരിധി വരെ ഈ ദോഷത്തിൻ്റെ അവസ്ഥകൾ മാറും. പിന്നെ ഇവരുടെ 4-ാം ഭാവം അത് ശുക്രനാണ്. ശുക്രൻ ഇവർക്ക് അനുകൂലമായി വരാനും മനസമാധാനത്തിനും ദേഹ അസ്വസ്ഥതകൾ ഇല്ലാതിരിക്കാനും ഹനുമാൻ സ്വാമിക്ക് ഒരു വെറ്റിലമാലയും നെയ്യ് വിളക്കും സമർപ്പിക്കുക. തീർച്ചയായിട്ടും എല്ലാ ദുരിതദോഷങ്ങൾ തീർന്നുകൊണ്ട് സമാധാനം കിട്ടും എന്ന് തന്നെയാണ് ഈ വഴിപാട് കർമ്മങ്ങൾ കാണുന്നത്. പൊതുവേ കുംഭൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് വളരെ ദോഷങ്ങളല്ല, എന്നാൽ വളരെ ഗുണങ്ങളുമല്ല. എന്നാൽ സമ്മിശ്രമായിട്ട് തന്നെയാണ് പോണത്. എന്നിരുന്നാലും അത് വിദ്യാർത്ഥികളാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ ഇവർക്ക് ഈ വഴിപാട് ഇവർക്ക് വളരെ അനുകൂല സന്തോഷങ്ങൾ കിട്ടുന്ന ഒരവസരങ്ങൾ തീർച്ചയായിട്ടും കൈവരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇടവ മാസത്തെക്കുറിച്ചിരിക്കുന്നത്. പിന്നീട് ഇവർക്ക് ഈ ഇടവ രാശിയിലേക്ക് പോകുന്ന സൂര്യനും അതുപോലെ തന്നെ ശുക്രൻ്റെ ഗ്രഹത്തിലേക്കാണ് സൂര്യൻ ഒരു മാസം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ദേഹ ഉഷ്ണങ്ങൾ വരുന്ന വ്യാധികളൊക്കെ ഉണ്ടാവും. അതിന് ശിവക്ഷേത്രത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധാരയൊക്കെ കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു പരിധിവരെ ദേഹദോഷത്തിന് ഇളനീർ ധാരയൊക്കെ കഴിക്കുന്നത് ഒരു പരിധിവരെ സമാധാനങ്ങളാണ്, ഐശ്വര്യങ്ങളാണ്, അഭിവൃദ്ധികളാണ്. അടുത്തായിട്ട് മീനരാശി അല്ലെങ്കിൽ മീനക്കൂറിൽ പൂരോരട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി രേവതി, ഇങ്ങനെയാണ് 2-ാം ഭാഗം വരുന്നത്. ഇവരുടെ 4-ലാണ് വ്യാഴം നിൽക്കുന്നത്. 2-ാം ഭാവം എന്ന് പറയുന്ന ചൊവ്വ നീചത്തിലാണ്. അതുപോലെ തന്നെ ഇവർക്ക് ജന്മത്തിലാണ് ശനി വരുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത് എല്ലാ നിലവാരത്തിലും പൊതുവെ സമാധാനം കുറയുന്ന അവസരങ്ങളായിട്ടാണ് കാണുന്നത്. ഇത് വിഷമിപ്പിക്കാൻ വേണ്ടി പറയണതല്ല, കുടുംബത്തിൽ സമാധാനം കിട്ടാത്ത അവസരങ്ങൾ വരിക. തീർച്ചയായിട്ടും ഇവരുടെ 5-ാം ഭാവാധിപൻ അല്ലെങ്കിൽ മക്കളെ കുറിച്ചുകൊണ്ട് സങ്കടപ്പെടുന്ന അവസരങ്ങൾ വരിക, ദുരിതപ്പെടുന്ന അവസരങ്ങൾ വരിക. ഇതൊക്കെ ഒന്ന് പ്രധാനമാണ്. അതുപോലെ തന്നെ അതിനേക്കാൾ പ്രധാനമാണ് തറവാട് ഭവനം വിഭജിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുകൊണ്ട് കലഹങ്ങൾ വരുമോ എന്നുള്ള അവസരങ്ങൾ വരും. അതുപോലെ തന്നെ ഇവരുടെ പൂർവിക സ്വത്ത് കൈവരിക്കാൻ കഴിയാത്ത അവസരങ്ങൾ, തർക്കങ്ങളും ദോഷങ്ങളും വരും. അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന തൊഴിൽ സ്ഥലത്ത് ശത്രുതകളും ദുരിതങ്ങളും വരും. ഇത് വിദ്യാർത്ഥികൾക്കാണെങ്കിലും വിദ്യാലയങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഒരു മാറ്റങ്ങൾ വരാം. അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ സ്ഥലത്ത് നിന്ന് മാറ്റങ്ങൾ വരാം. ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഉദ്യോഗം ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റങ്ങൾ വരാം. ഇതൊക്കെയാണ് രാശീഭാവത്തിൽ കാണേണ്ടത്. ഇതൊക്കെ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എങ്കിലും ജ്യോതിഷപ്രകാരം ഇത്തരത്തിൽ വരുമ്പോൾ
ഇതിനും ഒരു പരിഹാരങ്ങളുണ്ടല്ലോ, ആ പരിഹാരത്തോട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിൽ അന്തിമ വാക്ക്. അപ്പോൾ തീർച്ചയായിട്ടും വിശ്വാസപ്രാപ്തിയോടെ സമാധാനത്തോടെ മീനം രാശിക്കാരെക്കുറിച്ച് ഏഴോ മാസത്തിലെ ഫലപ്രവചനം ഇത്തരത്തിലാവുമ്പോൾ ഇതിനും ചില നേട്ടങ്ങൾ വേണമല്ലോ. അപ്പോൾ ഈ ജന്മശനിയെ കൊണ്ട് ധനനേട്ടങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അത് ശുക്രൻ്റെ ഗ്രഹമാണ് മീനൻ രാശിയിലും, അതുപോലെ തന്നെ ശനിയും കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് ദോഷങ്ങളൊന്നും വരില്ല. എങ്കിലും കുടുംബ സമാധാനം കുറയുന്നതും ധനനഷ്ടങ്ങളും ഒക്കെ സംഭവിക്കാമെന്ന് പറയും. അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വഴിപാടെന്ന് പറയുന്നത് നവഗ്രഹ ഹോമമാണ്. അതായത് 9 ഗ്രഹങ്ങളെ ഹോമിച്ചുകൊണ്ട് ദോഷഫലങ്ങളിൽ നിന്ന് മുക്തി നേടുക. അതുപോലെ തന്നെ ഈശ്വര വിശ്വാസത്തോടെയും ഈശ്വര വാക്കുകൂടെയും ഈശ്വര പ്രാർത്ഥനയോടെയും എല്ലാ ദേവീ ദേവക്ഷേത്രങ്ങൾ ദർശനം നടത്തുകയും കഴിയും വഴിപാടായിട്ട് എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും നല്ലത് തന്നെ വരുള്ളൂ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ പ്രത്യേകിച്ച് ഇവർ ചെയ്യേണ്ട ഒരു വഴിപാട് എന്ന് പറയുന്നത് ദേഹദോഷങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് ധാര വഴിപാടാണ്. ബുദ്ധിക്ക് സമാധാനം കിട്ടാനും ദേഹദോഷങ്ങൾ ഇല്ലാതിരിക്കാനും ജലധാര തന്നെ കഴിച്ചാൽ മതി. അതുപോലെ തന്നെ ഇവരുടെ 2ാം ഭാവം നീചത്തിൽ വരുന്ന ദോഷങ്ങൾ തീർക്കാനായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കഴിയും വഴിപാടായിട്ടൊന്ന് കഴിക്കുക, അല്ലെങ്കിൽ നിവേദ്യത്തോടെ വിളക്കുമാലം കഴിക്കുക. അതുപോലെ തന്നെ ഇവരുടെ 4ാം ഭാവത്തിൽ വരുന്ന വ്യാഴത്തിന് വിഷ്ണു ക്ഷേത്രത്തിലാണ് ഒരു വഴിപാട് കഴിക്കേണ്ടത്. അത് തുളസിമാലയും നെയ്വിളക്കും നിവേദ്യം കഴിക്കുക. ഇങ്ങനെ ഓരോ വഴിപാടായിട്ട് കഴിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ കഴിക്കുക. അല്ലെങ്കിലോ 9 ഗ്രഹങ്ങൾക്ക് ചേർന്ന് കൊണ്ട് ഒരു നവഗ്രഹ ഹോമം കഴിച്ചുകൊണ്ട് നവഗ്രഹ ക്ഷേത്ര ദർശനവും നടത്തുക. തീർച്ചയായിട്ടും ഇവർക്ക് ഇതുകൊണ്ട് ചില അനുയോജ്യമായ അവസരത്തിൽ ഗുണങ്ങളോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഈ മാസത്തിലെ വിലയിരുത്തേണ്ടത്. ഇതുപോലെ തന്നെ എല്ലാ നല്ലവരായ ഭക്തർക്കും അല്ലെങ്കിൽ വിശ്വാസികൾക്കും ഇത് നല്ലതായി തന്നെ സംഭവിച്ചുകൊണ്ട് സമാധാനങ്ങളും സന്തോഷങ്ങളും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.